Hello everyone, welcome to iPlus Training Solutions. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂൺ 2025 നെറ്റ് ഫിലോസഫിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിൽ പാർട്ട് 3 ആണ്. നമ്മൾ ഓൾറെഡി 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് 21 തൊട്ട് 30 വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Find out proper progression in Husserl's phenomenological engagement. ഇവിടെ വന്നിട്ട് ഹുസേളിൻ്റെ ഫിനോമിനോളജിക്കൽ മെത്തേഡിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന എപ്പോക്കെ, സെക്കൻഡ് വൺ ട്രാൻസെൻഡന്റൽ ഈഗോ, തേർഡ് ലൈഫ് വേൾഡ്, ഫോർത്ത് എന്ന് പറയുന്നത് ഇന്റൻഷനാലിറ്റി ആണ്. അപ്പോൾ ഫിനോമിനോളജി എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ എക്സ്പീരിയൻസിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതാണ് ഫിനോമിനോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഹുസേള് ഇതിൽ തന്നെ ഫിനോമിനോളജിക്കൽ മെത്തേഡ് എങ്ങനെയാണ്, അതായത് ഈ ഒരു കോൺഷ്യസ്നെസ്സിനെ എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു മെത്തേഡും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എപ്പോക്കെയാണ്. നമ്മൾ എക്സ്റ്റേണൽ വേൾഡിനെ സസ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രാക്കറ്റിംഗ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എപ്പോക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫിനോമിനോളജിക്കൽ മെത്തേഡിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസെൻഡന്റൽ ഈഗോ ആണ്. നമ്മൾ എക്സ്റ്റേണൽ വേൾഡിനെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം, അതായത് നമ്മുടെ എവറിഡേ ബിലീഫിനെ എല്ലാം സസ്പെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒന്നാണ് ട്രാൻസെൻഡന്റൽ ഈഗോ എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് സബ്ജക്ട് ഓഫ് പ്യുവർ കോൺഷ്യസ്നെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് എക്സ്പീരിയൻസ് പോസിബിൾ ആക്കി തരുന്ന ഒന്നാണ് ട്രാൻസെൻഡന്റൽ ഈഗോ. തേർഡ് ഓപ്ഷൻ വരുമ്പോൾ ലൈഫ് വേൾഡ് ആണ് തന്നിരിക്കുന്നത്. അവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ വേൾഡിലേക്ക് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ അല്ലെങ്കിൽ എക്സ്പീരിയൻസിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ലൈഫ് വേൾഡ് ഉദ്ദേശിക്കുന്നത്. ഇന്റൻഷനാലിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് സംതിങ്. എപ്പോഴും ഒരു ഒബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഇതെന്ന് പറയുന്നത് ഇന്റൻഷനാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിനോമിനോളജിക്കൽ മെത്തേഡിന്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് മെത്തേഡ് എപ്പോക്കെ, ദെൻ ട്രാൻസെൻഡന്റൽ ഈഗോ, അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇന്റൻഷനാലിറ്റി ആണ്. അതിനുശേഷമാണ് ലൈഫ് വേൾഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ എ ബി ഡി സി ആണ് ഇവിടുത്തെ കറക്റ്റ് ഓർഡർ. അപ്പോൾ അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണ്? എ ബി ഡി സി എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. എപ്പോക്കെ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ്, എപ്പോക്കെ കഴിഞ്ഞിട്ട് ട്രാൻസ്ഫോം ചെയ്ത് പോകുന്നതാണ് ട്രാൻസെൻഡന്റൽ ഈഗോ, ദെൻ ഇന്റൻഷനാലിറ്റി, അത് കഴിഞ്ഞ് ഫൈനലി ലൈഫ് വേൾഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതത് ബ്രഹ്മ ജിജ്ഞാസ is taken from the primary text called. അതത് ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയുന്ന സൂത്ര ഏത് ടെക്സ്റ്റിൽ നിന്നാണ് എടുത്തേക്കുന്നത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അഥർവവേദയിൽ നിന്നാണോ, ഉപനിഷത്തിൽ നിന്നാണോ, ഭഗവത്ഗീതയാണോ, ബ്രഹ്മസൂത്രയാണോ? അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ വന്നിട്ട് ബ്രഹ്മസൂത്രയാണ്. ഈ ഒരു അതത് ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയുന്നത് ബ്രഹ്മസൂത്രയിലെ തന്നെ ഓപ്പണിംഗ് സൂത്രയാണ്. ഇത് ബദ്രായന കമ്പോസ് ചെയ്ത ഒന്നാണ് ബ്രഹ്മസൂത്ര എന്ന് പറയുന്നത്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നൗ ദെയർഫോർ ബിഗിൻസ് ദ ഇൻക്വയറി ഇൻടു ബ്രഹ്മൻ. ബ്രഹ്മനിലേക്കുള്ള ഇൻക്വയറി നമ്മൾ തുടങ്ങുന്നു എന്നുള്ളതാണ് ഈ ഒരു സൂത്രയുടെ അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫിലോസഫിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജസ്റ്റിസ് ആസ് ഷേപ്ഡ് ബൈ ഫ്രീ മാർക്കറ്റ്. ഇവിടെ എന്താണ്? ജസ്റ്റിസിനെ എന്തായിട്ടാണ് ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്? ഫ്രീ മാർക്കറ്റ് കൊണ്ട് ഷേപ്പ് ചെയ്യപ്പെടുന്നു എന്നാണ് ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ആൻസർ വരുന്നത് ലിബർട്ടേറിയനിസം ആണ്. ലിബർട്ടേറിയനിസം പറയുന്നത് നമ്മുടെ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഫ്രീ മാർക്കറ്റിലൂടെയും അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ മിനിമൽ ആയിട്ടുള്ള വളരെ കുറവ് ഇന്റർവെൻഷനിലൂടെയാണ് ജസ്റ്റിസ് ഷേപ്പ് ചെയ്യപ്പെടുന്നത് എന്നാണ് ലിബർട്ടേറിയനിസം പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ വന്നിട്ട് A4. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് ജസ്റ്റിസ് ആസ് ടു അഫേം ഗ്രൂപ്പ് ഐഡന്റിറ്റി. ഇവിടെ എന്താ പറയുന്നത്? ജസ്റ്റിസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഐഡന്റിറ്റിയെ അഫേം ചെയ്യുന്നതുമായിട്ട് ഇക്വേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഓപ്ഷൻ വന്നിട്ട് മൾട്ടി കൾച്ചറലിസം ആണ്. അതായത് എന്താ പറയുന്നത്? ഒരു കമ്മ്യൂണിറ്റിയിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള കൾച്ചേഴ്സും ഐഡന്റിറ്റീസും ഒക്കെ തന്നെ കാണും. ഇപ്പോൾ ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ എടുക്കുമ്പോൾ നമുക്കറിയാം പല തരത്തിലുള്ള കൾച്ചേഴ്സ്
നമുക്കുണ്ട്. അപ്പൊ ഇതെല്ലാം റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാവണം. അപ്പോൾ മാത്രമേ ജസ്റ്റിസ് അറൈസ് ചെയ്യത്തുള്ളൂ എന്ന് പറയുന്നതാണ് മൾട്ടി കൾച്ചറലിസം. അപ്പോൾ ഓപ്ഷൻ ബി വന്നിട്ട് മൾട്ടി കൾച്ചറലിസം ആണ്. അടുത്തത് ജസ്റ്റിസ് ആസ് എൻടൈറ്റിൽമെന്റ്. ഇവിടെ വന്നിട്ട് എന്താണ്? ലിബറലിസം ആണ് പറയുന്നത്. ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ ബേസ് ചെയ്തിട്ട് ജസ്റ്റിസ് നടപ്പിലാകുന്നത് ഫെയർ ഡിസ്ട്രിബ്യൂഷനിലൂടെയും അതുപോലെ തന്നെ എൻടൈറ്റിൽമെന്റിലൂടെയുമാണ് എന്നാണ് ഇത് പറയുന്നത്, ലിബറലിസം പറയുന്നത്. അടുത്ത വന്നിട്ട് ജസ്റ്റിസ് ആസ് ഷെയർഡ് അണ്ടർസ്റ്റാൻഡിങ്. ജസ്റ്റിസിന് എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? ഷെയർഡ് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വന്നിട്ട് കമ്മ്യൂണിറ്റേറിയനിസം ആയിട്ടാണ് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒരു സൊസൈറ്റിയിൽ ജസ്റ്റിസ് ഫോം ചെയ്യപ്പെടുന്നെങ്കിൽ അത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒന്നല്ല. ഏതിലൂടെ മാത്രമേ? നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഷെയർഡ് ആയിട്ടുള്ള വാല്യൂസിലൂടെ അല്ലെങ്കിൽ ഷെയർഡ് മീനിങ്ങിലൂടെ മാത്രമേ ക്രിയേറ്റ് ആവത്തുള്ളൂ എന്ന് പറയുന്നതാണ് കമ്മ്യൂണിറ്റേറിയനിസം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു A4 ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ A4 വരുന്ന രണ്ട് ഓപ്ഷൻസ് നമുക്കുണ്ട്. ഓപ്ഷൻ 3 ഉണ്ട്, ഓപ്ഷൻ 4 ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. A4 എന്ന് നമ്മൾ പറഞ്ഞു, B1 എന്നും പറഞ്ഞു, C എന്നിട്ട് ഏതാണ്? C3 ആണ്. അപ്പോൾ ഈ ഇത്രയും ഓപ്ഷനിൽ നമുക്ക് നോക്കാം. A4, B1, C3, D2. ഇത് വന്നിട്ട് തേർഡ് ഓപ്ഷൻ ആണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? തേർഡ് ആണ്. ഇവിടെ തന്നിട്ടുണ്ട് ലിബർട്ടേറിയനിസം, മൾട്ടികൾച്ചറലിസം, ലിബറലിസം, കമ്മ്യൂണിറ്റേറിയനിസം. ഇതിൽ ലിബർട്ടേറിയനിസം വന്നിട്ട് നമുക്ക് നോസിക്കോ ആയിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റും. കമ്മ്യൂണിറ്റേറിയനിസം വന്നിട്ട് സാൻഡലും മെക്കൻറ്റൈറും ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ റസൽസ് വ്യൂ ഡെഫിനിറ്റ് ഡിസ്ക്രിപ്ഷൻസ് ആർ നെയിംസ്, റെഫറിംഗ് എക്സ്പ്രഷൻസ്, ഡിസ്ഗേസ്ഡ് ക്വാണ്ടിഫയേഴ്സ്, ഇൻഡെക്സിക്കൽസ്. ഇവിടെ വന്നിട്ട് അനലറ്റിക് ഫിലോസഫിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. റസലിന്റെ തിയറി ഓഫ് ഡിസ്ക്രിപ്ഷൻസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ തന്നെ പർട്ടിക്കുലർലി ഡെഫിനിറ്റ് ഡിസ്ക്രിപ്ഷൻസ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ വൈസ് നോക്കുമ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് നെയിംസ് ആണോ എന്നുള്ളതാണ്. അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന്റെ ഫിലോസഫിയിൽ രണ്ട് കാര്യങ്ങളെ കുറിച്ച് കറക്റ്റ് ആയിട്ട് അദ്ദേഹം ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നുണ്ട്. നെയിംസിനെ കുറിച്ചും ഡെഫിനിറ്റ് ഡിസ്ക്രിപ്ഷൻസിനെ കുറിച്ചും. അപ്പോൾ നെയിംസ് വന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അത് ഡയറക്ട്ലി ഒരു ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? റെഫർ ചെയ്യുന്ന ഒന്നാണ് നെയിംസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആലിസ് എന്ന് പറയുവാണ്, അല്ലെങ്കിൽ ആൻ എന്ന് നമ്മൾ പറയുവാണ്. അപ്പോൾ നമുക്കറിയാം ഒരു കുട്ടിയെ നോക്കി നമ്മൾ ആലിസ് എന്ന് വിളിക്കുകയാണെങ്കിൽ ഓക്കെ ആ കുട്ടിയാണ് അത് എന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് അവരെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഡെഫിനിറ്റ് ഡിസ്ക്രിപ്ഷൻസ് എന്തായിട്ട് മാറത്തില്ല? നെയിംസ് ആയിട്ട് മാറത്തില്ല. നെക്സ്റ്റ് റെഫറിംഗ് എക്സ്പ്രഷൻസ് ആണ്. ഇവിടെ വന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഫിലോസഫിയിലെ റെഫറിംഗ് എക്സ്പ്രഷൻസ് ഡെഫിനിറ്റ് ഡിസ്ക്രിപ്ഷൻസ് ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ആ ഒരു ഓപ്ഷനും തെറ്റാണ്. മൂന്നാമത്തേത് വന്നിട്ട് ഡിസ്ഗേസ്ഡ് ക്വാണ്ടിഫയേഴ്സ്. ഇതാണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് ഡെഫിനിറ്റ് ഡിസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി ഒരു ഒബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്ന ഒന്നല്ല, പക്ഷേ അതിനൊരു ലോജിക്കൽ സ്ട്രക്ചർ ഉണ്ടെന്നും അത് ഡിസ്ഗേസ്ഡ് ക്വാണ്ടിഫയേഴ്സ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ ഫിലോസഫിയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഡിസ്ഗേസ്ഡ് ക്വാണ്ടിഫയേഴ്സ് ആണ്. അടുത്ത നാലാമത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ ഇൻഡെക്സിക്കൽസ് നോക്കുമ്പോൾ കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ടേംസിനെയാണ് നമ്മൾ ഇൻഡെക്സിക്കൽസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഐ, ഹിയർ, നൗ, അങ്ങനെ കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ടേംസിനാണ് ഇൻഡെക്സിക്കൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് കറക്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. അപ്പോൾ നോക്കാം. ഇവിടെ ഡെഫിനിറ്റ് ഡിസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത് ട്രേസസ് ആയിട്ടുള്ള, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ കറണ്ട് പ്രസിഡന്റ് അല്ലെങ്കിൽ ദ ഓതർ ഓഫ് വേവർലി എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഒരാളെ ചൂണ്ടിക്കാണിക്കുന്നതല്ല, ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ സ്പെസിഫിക് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്താണ് പറയുന്നത്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നതിന് പകരം ഡിസ്ക്രൈബ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റസലിന്റെ ആർഗ്യുമെന്റ് വരുമ്പോൾ ഡെഫിനിറ്റ് ഡിസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്ന ഒരിക്കലും പ്രോപ്പർ നെയിംസിന് ഈക്വൽ അല്ല. പ്രോപ്പർ നെയിംസ് എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ വന്നിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഒരു ലോജിക്കൽ സ്ട്രക്ചർ ഉണ്ടെന്നും അത് 3 രീതിയിലാണ് അസേർട്ട് ചെയ്യുന്നത് എന്നുമാണ് പറയുന്നത്. ഇപ്പോൾ അതിൽ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറയുന്നുണ്ട്, ദ പ്രസന്റ് കിങ് ഓഫ് ഫ്രാൻസിസ് ബാൾട്ട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം ഫ്രാൻസിലെ കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്.
അപ്പോൾ ഇവിടെ ലോജിക്കൽ കൺസ്ട്രക്ഷൻ 3 രീതിയിലാണ് അദ്ദേഹം നടത്തുന്നത്. ഫസ്റ്റ് വൺ എക്സിസ്റ്റൻസ്, സെക്കൻഡ് യുണീക്നെസ്, തേർഡ് എന്ന് പറയുന്നത് പ്രെഡിക്കേഷൻ. എക്സിസ്റ്റൻസ് വരുമ്പോൾ there exist at least one thing that is the present king of France. എന്താണ്, ഫ്രാൻസിൽ ഒരു പ്രസന്റ് കിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം അറ്റ്ലീസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിൽ. യുണീക്നെസ് വരുമ്പോൾ there is at most one thing that is the present king of France. പ്രെഡിക്കേഷൻ വരുമ്പോൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരാൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ that thing is bald എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന്റെ തിയറി നമ്മൾ ഇൻ ഡെപ്തിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കിങ് ഓഫ് ഫ്രാൻസ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു എക്സിസ്റ്റൻസ് ഫെയിൽ ആവുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫോൾസ് ആണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെങ്കിലും മീനിങ്ലെസ് അല്ല, ഇതിനൊരു മീനിങ് ഉണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ഇതിനൊരു മീനിങ് ഉണ്ട്, പക്ഷെ എന്താണ്, ഫോൾസ് ആണ് എന്ന് മാത്രം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ തിയറി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് എങ്ങനെ ലാംഗ്വേജിനെ എങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ അനലൈസ് ചെയ്യാം എന്നുള്ളതാണ് അദ്ദേഹം മെയിൻ ആയിട്ട് നോക്കിയിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ഡിസ്ക്രിപ്ഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ അത് നമുക്ക് ഏതായിട്ട് ഇക്വേറ്റ് ചെയ്യാം, ഡിസ്ഗേസ്ഡ് ക്വാണ്ടിഫയേഴ്സ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മുടെ പബ്ലിക്കേഷൻ കുറച്ച് ബുക്സ് തന്നിട്ടുണ്ട്, അതിനെ എന്ത് ചെയ്യുക, ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അറേഞ്ച് ദ ഫോളോയിങ് ബുക്സ് ഇൻ ടേംസ് ഓഫ് ദെയർ ഇയർ ഓഫ് പബ്ലിക്കേഷൻ. ഇയർ ഓഫ് പബ്ലിക്കേഷൻ വെച്ചിട്ട് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ കോൺസെപ്റ്റ് ഓഫ് മൈൻഡ്, ദെൻ ലാംഗ്വേജ്, ട്രൂത്ത് ആൻഡ് ലോജിക്, ഓപ്ഷൻ സി ഫിലോസോഫിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്, ഓപ്ഷൻ ഡി ഇൻഡിവിജ്വൽസ്. ഇവിടെ വന്നിട്ട് കോൺസെപ്റ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് റയലിന്റെ വർക്കാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് AJ അയ്യറിന്റെയും, ഫിലോസോഫിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം ലുഡ്വിഗ് വിറ്റ്ഗൻസ്റ്റൈൻ്റെ ആണ്. അടുത്ത വന്നിട്ട് സ്ട്രോസന്റെ വർക്കാണ്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താണ് ആൾക്കാരെ കുറിച്ച് അറിഞ്ഞു വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യം നമുക്ക് ഓർഡർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ ബി വരുന്ന 2 ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. AJ അയ്യറിന്റെ ലാംഗ്വേജ്, ട്രൂത്ത്, ലോജിക് വരുന്ന 2 ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആരാണെന്ന് നോക്കണം. അടുത്ത വന്നിട്ട് റയലിന്റെ ബുക്കാണ് അടുത്ത പബ്ലിഷ് ആയത്. അപ്പോൾ എന്താണ്, എ ആയിരിക്കും ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് BACD എന്നുള്ളതാണ്. അപ്പോൾ ഇയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. AJ അയ്യറിന്റെ 1936, റയലിന്റെ വന്നിട്ട് 1949, വിറ്റ്ഗൻസ്റ്റൈൻ്റെ വന്നിട്ട് 1953, ദെൻ സ്ട്രോസന്റെ വർക്ക് വന്നിട്ട് 1959 പബ്ലിഷ് ആയത്. അപ്പോൾ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് BACD എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ആസ് വേസ് ടു ദ റിയലൈസേഷൻ ഓഫ് സച്ചിദാനന്ദ ഇൻ ദ ഫിലോസഫി ഓഫ് ശ്രീ അരബിന്ദോ. ഇവിടെ വന്നിട്ട് അരബിന്ദോയുടെ സച്ചിദാനന്ദ റിയലൈസ് ചെയ്യാനുള്ള പാത്താണ് ചോദിച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ ഓർഡർ ആക്കി എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അരബിന്ദോയുടെ മെയിൻ കോൺസെപ്റ്റ് ആണ് സച്ചിദാനന്ദ എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ട് എന്താ പറയുന്നത്, അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറയുന്നത് സച്ച് ആയിട്ടുള്ള എക്സിസ്റ്റൻസ്, ദെൻ ചിത്ത് ആയിട്ടുള്ള കോൺഷ്യസ്നെസ്, ആനന്ദ ആയിട്ടുള്ള ബ്ലിസ്. അപ്പോൾ എക്സിസ്റ്റൻസ്, കോൺഷ്യസ്നെസ്, ബ്ലിസ് ഇവ 3 കൊണ്ടാണ് റിയാലിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന സച്ചിദാനന്ദ. അപ്പോൾ ഇതിൽ അദ്ദേഹം ഒരു ലോജിക്കൽ പ്രോഗ്രഷനിൽ ഒരു പാത്ത് കൂടി അദ്ദേഹം ഇത് റിയലൈസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഓർഡർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ വന്നിട്ട് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നെഗേഷൻ ഓഫ് അസെറ്റിക് സ്പിരിച്വലിസം. അസെറ്റിക് സ്പിരിച്വലിസം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സ്റ്റേണൽ വേൾഡിനെ, അതായത് ഇപ്പോൾ ജീവിക്കുന്ന വേൾഡ് ഉണ്ടല്ലോ, വേൾഡിലി ലൈഫിനെ പ്യൂർലി നെഗറ്റീവ് ആണെന്നും അത് ഇലൂഷൻ മാത്രമാണ് എന്നും പറഞ്ഞിട്ട് അതിനെ നമ്മൾ കംപ്ലീറ്റ്ലി റിനൗൺസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു രീതിയാണ് ഈ അസെറ്റിക് സ്പിരിച്വലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നെഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ തന്നേക്കുന്നത്. അടുത്ത വന്നിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് റീകൺസിലേഷൻ ആണ്. ഇവിടെ വന്നിട്ട് എന്താ പറയുന്നത്, മെറ്റീരിയലും സ്പിരിച്വലും ആയിട്ടുള്ള ആസ്പെക്റ്റിനെ റീകൺസൈൽ ചെയ്യുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് നെഗേഷൻ ഓഫ് മെറ്റീരിയലിസ്റ്റിക് ഡിനൈൽ. ഇതെന്താ സൂചിപ്പിക്കുന്നത്, നമ്മുടെ മെറ്റീരിയൽ വേൾഡിനെ ഡിനൈ ചെയ്യുന്നത്. അതായത് ഇവിടെ വന്നിട്ട് റിയാലിറ്റി എന്ന് പറയുന്നത് പ്യൂർലി മെറ്റീരിയൽ അല്ല. നമുക്കറിയാം
അപ്പോൾ അരബിന്ദോയുടെ കോൺസെപ്റ്റിൽ പറയുന്നത് റിയാലിറ്റി എന്ന് പറയുന്ന പ്യൂർലി മെറ്റീരിയലിസ്റ്റിക് വ്യൂവിലല്ല അദ്ദേഹം കാണുന്നത്, പകരം എന്താണ് സ്പിരിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു രീതി കൂടി ലൈഫിന് കൊടുക്കാനായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതാണ് സി ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് പ്രോഗ്രസീവ് ആയിട്ടുള്ള എന്താണ് ആ ഒരു പാത്താണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് എന്താണ് പാത്ത് എന്ന് പറയുന്നത് നെഗേഷൻ ഓഫ് മെറ്റീരിയലിസ്റ്റിക് ഡിനയൽ ആണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പ്യുവർലി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വ്യൂവിനെ ഡിനൈ ചെയ്തിട്ട് എന്ത് മനസ്സിലാക്കണം, അതിന് ഉപരിയായിട്ട് എന്തുണ്ട്, കോൺഷ്യസ്നെസ് ഉണ്ട് അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് നമ്മൾ സ്പിരിച്വൽ രീതിയിലും എക്സിസ്റ്റൻസ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെഗേഷൻ ഓഫ് അസറ്റിക് സ്പിരിച്വലിസം ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു എന്താ പറയുന്നത്, നമ്മുടെ വേൾഡ്ലി ലൈഫിനെ കംപ്ലീറ്റ്ലി റിനൗൺസ് ചെയ്യണം എന്ന് പറയുന്നതാണ് അസറ്റിക് സ്പിരിച്വലിസം. അപ്പോൾ അരബിന്ദോ പറയുന്നത് കംപ്ലീറ്റ്ലി റിനൗൺസ് ചെയ്യണമെന്നല്ല, പകരം എന്താണ് അതിനെ ആ ഒരു ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്തെടുക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പോൾ അതാണ് എന്ത് വരുന്നത്, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റിനൗൺസ് ചെയ്യുന്നതിന് പകരം ട്രാൻസ്ഫോം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, മെറ്റീരിയലിനെയും അതുപോലെ തന്നെ സ്പിരിച്വലും ആയിട്ടുള്ള കോൺഷ്യസ്നെസ്സിനെ എന്ത് ചെയ്യുന്നത്, റീകൺസൈൽ ചെയ്യുന്നത്. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അവിടെ എത്തുമ്പോഴാണ് നമ്മൾ എന്ത് റിയലൈസ് ചെയ്യുന്നത്, സച്ചിദാനന്ദ റിയലൈസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് എന്താണ്, CAB എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഉത്തരം വന്നിട്ട് ഓപ്ഷൻ 4 ആയിരിക്കും, CAB. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് Who among these philosophers believed that self is nothing but a bundle of impressions? ഇതിൽ ആരാണ് സെൽഫ് എന്ന് പറയുന്നത് ബണ്ടിൽ ഓഫ് ഇംപ്രഷൻസ് ആണ് എന്ന് പറഞ്ഞത് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നിട്ടുണ്ട് ബെർക്കിലി, ഹ്യൂമ്, ലോക്ക്, ലെയ്ബനീസ്. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ബെർക്കിലി വന്നിട്ട് സെൽഫിനെ ഐഡിയാസ് പെർസീവ് ചെയ്യുന്ന ഒരു സ്പിരിച്വൽ സബ്സ്റ്റൻസ് ആയിട്ടാണ് കണ്ടത്. അപ്പോൾ അത് വന്നിട്ട് നമ്മുടെ ഉത്തരമല്ല, ഹ്യൂമാണ് ഇവിടുത്തെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. ഹ്യൂമ് സെൽഫിനെ ഒരു ബണ്ടിൽ ഓഫ് ഇംപ്രഷൻസ് ആയിട്ടാണ് കണ്ടത്. അതായത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സെൽഫിനെ കുറിച്ച് എന്താണ് ഇൻട്രോസ്പെക്ട് ചെയ്യുമ്പോൾ, നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സെൽഫ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള എൻറ്റിറ്റി അല്ല, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഐഡിയ അല്ല. അവിടെ എന്താണ് പല തരത്തിലുള്ള ഒരു ബണ്ടിൽ ഓഫ് ഇംപ്രഷൻസ് അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് ഐഡിയാസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ എന്ത് കാണും, എന്താ പെർസെപ്ഷൻ കാണും, സെൻസേഷൻസ് കാണും, മെമ്മറീസ് കാണും. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു സെൽഫിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഹ്യൂമും പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണോ ഒരു സിനിമയിൽ ഒരുപാട് ഫ്രെയിംസ് ഒത്തുചേർത്ത് പോകുന്നത്, അതുപോലെയാണ് നമ്മുടെ സെൽഫ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഒത്തുചേർന്ന് പോകുന്ന ഒന്നാണ് എന്നാ പറയുന്നത്. സെൽഫ് എന്ന് പറയുന്ന ഒരു ഫ്ലീറ്റിംഗ് മൊമെന്റ്സ് ആണ്, എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ബണ്ടിൽ ഓഫ് ഇംപ്രഷൻസ് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മുടെ കറക്റ്റ് ഉത്തരം വന്നിട്ട് ഹ്യൂമാണ്. അടുത്ത ഓപ്ഷൻസ് അനലൈസ് ചെയ്ത് പോകുമ്പോൾ ലോക്ക് വന്നിട്ട് എന്താ പറയുന്നത്, പേഴ്സണൽ ഐഡന്റിറ്റിയെ എന്താണ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ മെമ്മറി ആയിട്ടാണ് അദ്ദേഹം കണക്ട് ചെയ്യാൻ നോക്കിയത്. അടുത്ത ലെയ്ബനീസ് വരുമ്പോൾ മൊണാഡ്സിനെയാണ് അദ്ദേഹം എന്താണ് ഐഡന്റിഫൈ ചെയ്തത്, അത് ഇൻഡിവിസിബിൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഉത്തരം വന്നിട്ട് ഹ്യൂമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് among the following is true regarding the relation between theory and practice according to Peter Singer? ഇവിടെ ചോദിക്കുന്നത് എന്താണ് എൻവയോൺമെന്റ് എത്തിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. പീറ്റർ സിംഗറിന്റെ പ്രാക്ടീസും തിയറിയും തമ്മിലുള്ള റിലേഷൻ, അദ്ദേഹം പറഞ്ഞതനുസരിച്ച് പ്രാക്ടീസും തിയറിയും തമ്മിലുള്ള റിലേഷൻ ആണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വ്യൂ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ തിയറീസ് ലെജിറ്റിമേറ്റ് ആകുന്നത് പ്രാക്ടീസ് ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് തിയറീസ് തിയറിയായി മാറുന്നത് എപ്പോഴാണ്, അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, പ്രോപ്പറായിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം, ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് തിയറീസ് ആർ നോട്ട് പ്രാക്ടീസ്ഡ്. ഇവിടെ വന്നിട്ട് എന്താ പറയുന്നത്, തിയറീസും പ്രാക്ടീസും തമ്മിലുള്ള കംപ്ലീറ്റ് ഡിസ്കണക്ഷൻ ആണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ ഓപ്ഷൻ തെറ്റാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രാക്ടീസസ് ഡു നോട്ട് സ്റ്റെം ഫ്രം തിയറീസ്. എന്താ പറയുന്നത്, തിയറീസിൽ നിന്നല്ല പ്രാക്ടീസ് വരുന്നത്, അതായത് തിയറീസിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആണ് പ്രാക്ടീസ് എന്നാണ് പറയുന്നത്.
അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്താണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് തിയറീസും പ്രാക്ടീസും തമ്മിലുള്ള വളരെ വലിയൊരു റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ അത് ഡിപ്പെൻഡന്റ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതും തെറ്റാണ്. ദെൻ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ തിയറീസ് വിച്ച് ആർ നോട്ട് പ്രാക്ടീസ്ഡ് ആർ നോട്ട് തിയറീസ്. പ്രാക്ടീസ് ചെയ്യപ്പെടാത്ത തിയറീസ് എന്ന് പറയുന്നത് തിയറീസ് അല്ല. അപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. തിയറീസ് ലെജിറ്റിമേറ്റ് ആകുന്നത് എപ്പോഴായിരിക്കും? അത് പ്രാക്ടീസ് ചെയ്യപ്പെടുമ്പോഴായിരിക്കും. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അത് തിയറീസ് അല്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ 3 കറക്റ്റ് ആണ്. ഓപ്ഷൻ 4 വരുമ്പോൾ തിയറീസ് ആൻഡ് പ്രാക്ടീസസ് ആർ നോട്ട് റിലേറ്റഡ്. അത് വന്നിട്ട് എന്താണ്? അദ്ദേഹത്തിന്റെ വ്യൂവിനെ കോൺട്രഡിക്ട് ചെയ്താണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ആദിശങ്കര, if all that exists is Brahman and the world of plurality is Mithya, then there cannot be any real distinction between good and evil. Based on this, choose the correct combination from below. അതായത് ഇവിടെ നമുക്ക് ശങ്കരയുടെ തന്നെ ബ്രഹ്മനും അതുപോലെ തന്നെ മിഥ്യ ഇതിന്റെ രണ്ടിന്റെയും ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. ഈ ഒരു പ്രിമൈസ് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ ഒരു പ്രിമൈസിന്റെ മീനിങ് വരുന്ന കറക്റ്റ് കോമ്പിനേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ശങ്കര പറയുന്നത് എന്താണ്? ബ്രഹ്മൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള അൺചേഞ്ചിങ് റിയാലിറ്റി ആണ് എന്നാണ് ആര് പറയുന്നത്? ശങ്കര പറയുന്നത്. അതേസമയം മിഥ്യ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ കാണുന്ന മൾട്ടിപ്ലിസിറ്റി ഓഫ് വേൾഡ് അല്ലെങ്കിൽ പ്ലൂറാലിറ്റി ഓഫ് വേൾഡ് ആണ് എന്ത് പറയുന്നത്? മിഥ്യ എന്ന് പറയുന്നത്. അത് മിഥ്യ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? അത് കംപ്ലീറ്റ്ലി റിയലും അല്ല, കംപ്ലീറ്റ്ലി അൺറിയലും അല്ല. നമ്മൾ എന്തുകൊണ്ടാ? ഇഗ്നോറൻസ് കാരണമാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? നമ്മൾ കാണുന്ന വേൾഡിനെ റിയൽ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അതിനെ മിഥ്യ എന്ന് എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പ്രിമൈസിൽ പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാം ബ്രഹ്മനാണ്, വേൾഡ് ഓഫ് പ്ലൂറാലിറ്റി എന്ന് പറയുന്നത് ഇലൂഷൻ അല്ലെങ്കിൽ മിഥ്യയാണ് എന്നുണ്ടെങ്കിൽ ഗുഡും ഈവിലും തമ്മിൽ ഒരു റിയൽ ഡിസ്റ്റിങ്ഷൻ കാണില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഇവിടെ വന്നിട്ട് നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ നോക്കുമ്പോൾ because a confusion exists between reality and existence, the eternal and the temporal. ഇവിടെ നോക്കുമ്പോൾ മിഥ്യയുടെ നേച്ചറുമായിട്ട് ആക്യുറേറ്റ്ലി റിഫ്ലക്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. നമ്മൾ പറഞ്ഞു മിഥ്യ എന്ന് പറയുന്നത് എന്താണ്? വേൾഡ് ഓഫ് പ്ലൂറാലിറ്റി, ഇലൂഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എവറിഡേ എക്സ്പീരിയൻസിലൂടെ നമ്മൾ പെർസീവ് ചെയ്യുന്ന ടെമ്പറൽ വേൾഡിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കും? റിയൽ ആയിട്ട് കണക്കാക്കും. അതാണ് നമുക്ക് അവിടെ സംഭവിക്കുന്ന മിഥ്യ എന്ന് പറയുന്നത്. അപ്പോൾ അദ്വൈത പോസിറ്റ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു? മിസ്റ്റേക്ക് ചെയ്യുന്നു. എന്തിനെ? നമ്മൾ ഈ പെർസീവ് ചെയ്യുന്ന ടെമ്പറൽ വേൾഡ് എന്ന് പറയുന്നത് എംപിരിക്കലി റിയലും അൾട്ടിമേറ്റ്ലി അൺറിയലുമാണ് എന്നാണ് അദ്വൈത പറയുന്നത്. അപ്പോൾ ആ ഒരു എന്താണ് അൺറിയലും അതുപോലെ തന്നെ എംപിരിക്കലി റിയലുമായിട്ടുള്ള വേൾഡിനെ നമ്മൾ അൾട്ടിമേറ്റ്ലി റിയൽ അല്ലെങ്കിൽ എറ്റേണൽ ആയിട്ടുള്ള ബ്രഹ്മനായിട്ട് മിസ്റ്റേക്ക് ചെയ്യുന്നു. അതാണ് നമുക്ക് അവിടെ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അദ്വൈതയുടെ മിഥ്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആയിട്ട് ഇത് വളരെ എന്താണ് യോജിച്ചു പോകുന്ന ഒന്നാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് നമുക്ക് പറയാം. അടുത്ത സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് because a confusion that essentially imperfect and incomplete series of temporal events is the same as the true timeless Brahman. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്താണ് എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് സിമിലർ ആയിട്ട് നമുക്ക് തോന്നും, പക്ഷേ ഇതൊരു ലെസ് പ്രിസൈസ് ആയിട്ട് നമുക്ക് പറയാം. ഇവിടെ വരുമ്പോൾ ടെമ്പറൽ ഈവൻസിനെ നമ്മുടെ ടൈംലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ബ്രഹ്മനുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം എന്നല്ല അദ്വൈത പറയുന്നത്. അദ്വൈത പറയുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? മിസ്റ്റേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഒരു ഡിസ്റ്റിങ്ക്വിഷൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. റിയൽ ആയിട്ടുള്ള ബ്രഹ്മനും അൺറിയൽ ആയിട്ടുള്ള വേൾഡും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റിങ്ക്വിഷൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതാണ് നമ്മുടെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് കുറച്ചൊന്ന് ലെസ് പ്രിസൈസ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ അത് ഇൻകറക്റ്റ് ആണ്. ദെൻ ഓപ്ഷൻ സി വന്നിട്ട് ദ മെറ്റാഫിസിക്കൽ ട്രൂത്ത് ഓഫ് വൺനെസ് ഓഫ് ബ്രഹ്മൻ ഡസ് നോട്ട് വയലേറ്റ് ദ വാലിഡിറ്റി ഓഫ് എത്തിക്കൽ ഡിസ്റ്റിങ്ഷൻസ്.
ഇവിടെ വന്നിട്ട് എത്തിക്കൽ ഡിസ്റ്റിങ്ഷൻസ് എന്ന് പറയുന്നത് ഗുഡ് ഈവിൽ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഗുഡ് ഈവിൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അബ്സലൂട്ട് റിയാലിറ്റി ആയിട്ടുള്ള പരമാർത്ഥിക സത്യയുടെ ലെവലിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന എത്തിക്കൽ ഡിസ്റ്റിങ്ഷൻസ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി മിഥ്യയാണ്, ഇലൂഷൻ മാത്രമാണ്. പക്ഷേ പ്രാക്ടിക്കലി എംപിറിക്കൽ വേൾഡിന്റെ പെർസ്പെക്റ്റീവിലൂടെ നോക്കുമ്പോൾ, അതായത് ഏതാണ് വ്യാവഹാരിക സത്യ എന്ന് അദ്വൈത എക്സ്പ്ലെയിൻ ചെയ്യുന്ന എംപിറിക്കൽ വേൾഡിന്റെ പെർസ്പെക്റ്റീവിലൂടെ നോക്കുമ്പോൾ ഈ പറയുന്ന ഗുഡ് ഈവിലിന് എന്തുണ്ട്, ഒരു പ്രാക്ടിക്കൽ വാലിഡിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ശങ്കര പറയുന്നുണ്ട് ഈ ഒരു സ്പിരിച്വൽ പ്രോഗ്രസിന് എത്തിക്കൽ കോണ്ടാക്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിനാൽ തന്നെ അതായത് ഇപ്പോ എന്താ പറയാ അൾട്ടിമേറ്റ്ലി റിയൽ ആയിട്ടുള്ള വേൾഡിൽ ഇതിന് യാതൊരുവിധ മീനിങ് ഇല്ല, അത് ഇലൂഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത് എങ്കിൽ പോലും എന്തുണ്ട്, എംപിറിക്കൽ വേൾഡിന് ഇതിനൊരു പ്രാക്ടിക്കൽ വാലിഡിറ്റി ഉണ്ട്. അതിനാൽ തന്നെ എന്ത് ചെയ്യുന്നില്ല, ബ്രഹ്മൻ ഈ ഒരു വാലിഡിറ്റിയെ നെഗേറ്റ് ചെയ്യുന്നില്ല എന്നാണ് ഈ ഒരു ഓപ്ഷൻ പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു ഓപ്ഷൻ നമ്മുടെ പ്രിമൈസുമായിട്ട് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്ന ഇഫ് ലൈഫ് ഇസ് അൺറിയൽ ദെൻ മോറൽ ഡിസ്റ്റിങ്ഷൻസ് ആർ നോട്ട് വാലിഡ്. ഇവിടെ എന്താ സൂചിപ്പിക്കുന്നത്, ഓൾറെഡി പറഞ്ഞു, മിഥ്യ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫിസിക്കൽ വേൾഡിനെ അല്ലെങ്കിൽ ഫിനോമിനൽ വേൾഡിനെ മിഥ്യയായിട്ടാണ് കണക്കാക്കുന്നത്. അതിൽ എന്തും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ലൈഫും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മിഥ്യയായിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ ഈ പറയുന്ന മോറൽ ഡിസ്റ്റിങ്ഷൻസ് ഒന്നും തന്നെ അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. ആ മോറൽ ഡിസ്റ്റിങ്ഷൻസ് എല്ലാം തന്നെ എന്താണ്, അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു വാലിഡിറ്റി പൊസസ് ചെയ്യുന്നില്ല. അപ്പോൾ പ്രിമൈസിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു ഓപ്ഷനും തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഉത്തരം വന്നിട്ട് എന്തായിരിക്കും, ബി ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. ബാക്കി 3 ഓപ്ഷൻസും കറക്റ്റ് ആണ്. അപ്പോൾ ADC ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അപ്പോൾ ഇതിന്റെ ബ്രഹ്മൻ മിഥ്യ എന്നുള്ള ഒരു എക്സ്പ്ലനേഷനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഗെയിൻ മാച്ച് ദ ഫോളോയിങ് ആണ്. സംസ്കൃതത്തിലാണ് സംഭവം എല്ലാം തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഓപ്ഷൻ വൈസ് നോക്കുമ്പോൾ ഓരോ ഓപ്ഷൻ അറിയാമെങ്കിൽ തന്നെ നമുക്ക് കറക്കി കുത്താം എന്നുള്ള രീതിയിലാണ് നമുക്ക് ഓപ്ഷൻ തന്നിട്ടുള്ളത്. എന്നാലും നമുക്ക് ഓപ്ഷൻ വൈസ് തന്നെ നോക്കി പോവാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യുസ്മത് അസ്മത് പ്രത്യായ ഗോകാര. ഇത് വന്നിട്ട് ബ്രഹ്മസൂത്ര ശങ്കര ഭാഷ്യത്തിലുള്ള ഇതാണ്. ഇവിടെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഐയും ഒബ്ജക്റ്റ് ആയിട്ടുള്ള തോയും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എ വന്നിട്ട് 4 ആണ്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് സമ്യക് ജ്ഞാന പൂർവിക പുരുഷാർത്ഥം സിദ്ധിരിതി തത് വ്യോക്തതായതേ. അതായത് ഇവിടെ വന്നിട്ട് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് B3 ആണ്. ന്യായബിന്ദുവിലെ ധർമ്മകീർത്തിയുടെ ന്യായബിന്ദു, അതായത് ബുദ്ധിസ്റ്റിന്റെ ലോജിക് ടെസ്റ്റിലുള്ള ഒരു കാര്യമാണ് ഇവിടെ വരുന്നത്. എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഹ്യൂമൻ ആക്ഷൻസ് എല്ലാം തന്നെ ഏതിൽ നിന്നാണ് വരുന്നത്, റൈറ്റ് നോളജിൽ നിന്നാണ് വരുന്നത് എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. സമ്യക് ജ്ഞാന എന്ന് പറയുമ്പോൾ റൈറ്റ് നോളജിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഹ്യൂമൻ ആക്ഷൻസ് റൈറ്റ് നോളജിലൂടെയാണ് നമുക്ക് സാധ്യമാകുന്നത് എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് ലോജിക് ടെസ്റ്റിലെ ഒരു ഫ്രേസ് ആണ് ഈ പറയുന്നത്. അടുത്തതെന്ന് പറയുന്ന ബ്രഹ്മഭിന്ന സർവം മിഥ്യ. ഇവിടെ വന്നിട്ട് എന്താ സൂചിപ്പിക്കുന്നത്, ബ്രഹ്മനല്ലാത്തത് എന്തും മിഥ്യയാണ് എന്നുള്ളതാണ് ഇവിടത്തെ അർത്ഥം. ഇത് വന്നിട്ട് ഏതാ വരുന്നത്, വേദാന്ത പരിഭാഷ, ധർമ്മരാജ അദ്വറിന്റെ വേദാന്ത പരിഭാഷയിലുള്ളതാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, വേദാന്തയുടെ ഒരു കോർ സമ്മറി പോലെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇത് വന്നിട്ട് വേദാന്ത പരിഭാഷയിലാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്ദ്രിയാർത്ഥം സനികർഷം ജ്ഞാനം പ്രത്യക്ഷം. ഇവിടെ ഇത് നമുക്ക് കേൾക്കുമ്പോൾ ലോജിക്ക് പഠിക്കുന്ന എല്ലാവർക്കും അറിയാന്നുള്ള സംഭവമാണ്. ഏതിലാ വരുന്നത്, ന്യായസൂത്ര ഗൗതമയിലാണ് വരുന്നത്. എന്താ പറയുന്നത്, പെർസെപ്ഷന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. ഒരു ഒബ്ജക്റ്റും സെൻസസും തമ്മിൽ എന്തിൽ വരുമ്പോൾ, കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് നോളജ്
എന്ത് ചെയ്യുന്നത്, അറേസ് ചെയ്യുന്നത് എന്ന് പറയുന്ന എക്സ്പ്ലനേഷൻ ആണ് ഈ വരുന്ന ഇന്ദ്രിയാർത്ഥം, സന്നികർഷം, ജ്ഞാനം, പ്രത്യക്ഷം. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ വന്നിട്ട് A4, B3, C2, D1. അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് കാണാവുന്നതാണ്. താങ്ക് യു.